ഉത്തര ഫാൽഗുനി എന്നറിയപ്പെടുന്ന ജ്യോതിശാസ്ത്രത്തിലെ 12ാമത്തെ നക്ഷത്രമായിട്ടുള്ള ഉത്രം നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. എവിടെ പ്രവർത്തിച്ചാലും ആ സ്ഥാനത്ത് ഉത്രം നക്ഷത്രക്കാരായിരിക്കും മുൻപന്തിയിലെത്തുക. ഇതൊരു ശുഭനക്ഷത്രമായി കരുതുന്നു. സമൂഹത്തിൽ ഇവരെ എല്ലാവരും ബഹുമാനിക്കുന്നവരായിരിക്കും. പൊതുവായിട്ടുള്ള സ്വഭാവം പറയുകയാണെങ്കിൽ സ്വന്തം വിജയത്തിന് വേണ്ടി കഠിനമായി എത്ര പ്രയാസത്തോടെയാണെങ്കിലും പ്രയത്നിക്കുന്നവരായിരിക്കും ഇക്കൂട്ടര്. ശുഭാപ്തി വിശ്വാസമുള്ളവരാണ്. പെട്ടെന്നൊന്നും ഇവരുടെ മനസ്സിനെ തകർക്കുവാൻ ആർക്കും കഴിയുന്നതായിരിക്കില്ല. സ്വന്തം താല്പര്യം സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഉത്രം നക്ഷത്രക്കാര് പ്രത്യേക ശ്രദ്ധാലുക്കളായിരിക്കും. മാത്രമല്ല സ്വന്തം ചിന്തകളും നിലപാടുകളുമായിരിക്കും ശരിയെന്ന് ഇവർ വിശ്വസിക്കും. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ കണക്കിലെടുക്കില്ല എന്നർത്ഥം. ഭാവിയെക്കുറിച്ചുള്ള പലവിധത്തിലുള്ള ആസൂത്രണങ്ങളും ചിന്തിച്ചു കൊണ്ടിരിക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് ഉത്രക്കാര്. മാത്രമല്ല ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇവർക്ക് ഒട്ടും ഇഷ്ടം ഉണ്ടാവില്ല. വലിയ വലിയ കാര്യങ്ങൾ വേണം ചെയ്യാനായിട്ടുള്ളത്. മാത്രവുമല്ല സ്ഥിരമായി എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്നതാണ് ഇവരിഷ്ടപ്പെടുന്നത്. വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിലുള്ള പ്രവർത്തനങ്ങളൊന്നും ഉത്രം നക്ഷത്രക്കാരങ്ങനെ ഇഷ്ടപ്പെടണം എന്നില്ല. ഉത്രം നക്ഷത്രക്കാർക്ക് രാഷ്ട്രീയത്തിലൊക്കെ നല്ല ഭാവിയാണ്. ഇവർ ഇലക്ഷനൊക്കെ നിന്നാൽ ജയിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. സർക്കാരിൽ നിന്നും നേട്ടങ്ങളും ധാരാളമായിട്ട് ഉണ്ടാകാനുള്ള ഭാഗ്യം കൂടി ഉത്രക്കാർക്കുണ്ട്. സുഹൃത്തുക്കളെയൊക്കെ കൂടെ നിർത്താൻ വേണ്ടി എപ്പോഴും ഇവർ നോക്കാറുണ്ട്. പഠിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്, ഭാഗ്യശാലികളുമാണ്. ഏറ്റവും കൂടുതൽ ഉത്രം നക്ഷത്രക്കാരിൽ കാണാൻ സാധിക്കുന്ന 2 കാര്യങ്ങളായിരിക്കും സത്യസന്ധതയും ഈശ്വരവിശ്വാസവും. കഠിനമായിട്ടുള്ള ഈശ്വരവിശ്വാസികളായിരിക്കും. പലപ്പോഴും ഉള്ളിലുള്ള വിശ്വാസത്തിൻ്റെ വളരെ കുറച്ച് മാത്രമായിരിക്കും പുറത്ത് പ്രകടിപ്പിക്കുക. നല്ലവണ്ണം മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സൊക്കെ ഉള്ളവരാണ്. പക്ഷേ മുൻകോപമുണ്ട്. പലപ്പോഴും കോപത്തിനെ നിയന്ത്രിക്കുവാൻ വേണ്ടി ബോധപൂർവമെങ്കിലും ഉത്രം നക്ഷത്രക്കാരൊന്ന് ശ്രമിച്ചു കൊള്ളണം. കലഹങ്ങളിലൊക്കെ മാറി നിൽക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും ഒക്കെ മനസ്സുണ്ടെങ്കിലും ആ മുൻകോപം മതി ഏതൊരു കാര്യത്തിനെയും ഇല്ലാതാക്കാനെന്നുള്ളത് പ്രത്യേകം ഓർത്തുകൊള്ളുക. ധാരാളം അറിവുള്ളവരായിരിക്കും. അറിവ് നേടണ കാര്യത്തിലും താല്പര്യമുള്ളവരായിരിക്കും. വിചാരിച്ച കാര്യത്തിനെ ലക്ഷ്യസ്ഥാനത്തിൽ എത്തിക്കാനായിട്ട് ഇവർ നല്ല രീതിയിൽ ശ്രമിക്കാറുണ്ട്. ഇനി ലക്ഷ്യത്തിലേക്ക് അവർ വിചാരിച്ചതുപോലെ എത്തിക്കാൻ സാധിച്ചില്ലാച്ചാൽ പെട്ടെന്ന് തന്നെ നിരാശ വന്ന് മൂടുകയും ചെയ്യും. പിന്നെ ഈ നിരാശയിൽ നിന്ന് വളരെ വേഗമൊന്നും തന്നെ ഇവർ തിരിച്ചു വരാനും പ്രയാസമായിരിക്കും. സ്വയം കുറ്റപ്പെടുത്തുകയും ചെയ്ത തെറ്റിനെ വീണ്ടും വീണ്ടും പറഞ്ഞ് വിഷമിക്കണ ഒരു രീതി കൂടെ ഉത്രം നക്ഷത്രക്കാരിൽ കാണാൻ കഴിയും. ഇനി ഉത്രം നക്ഷത്രക്കാരിൽ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യമാണ്, ഇത് ഉത്രം നക്ഷത്രക്കാരല്ല, ഉത്രം നക്ഷത്രക്കാരനെ കൂടെ നിൽക്കണവരറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഒരു ബന്ധത്തിൽ നിന്നും യാതൊരു ഗുണവും കിട്ടുന്നില്ല എന്ന് കണ്ടാൽ ബുദ്ധിപൂർവം ഉത്രം നക്ഷത്രക്കാരവിടുന്ന് പിൻവലിയാറുണ്ട്. ആ ബന്ധത്തിൽ നിന്ന് തന്നെ പൂർണ്ണമായിട്ടും പിന്മാറാൻ കൂടി ഉത്രം നക്ഷത്രക്കാരും മടിക്കില്ല. അപ്പോൾ കൂടെ നിൽക്കണ ഒരു കാര്യം ഒന്ന് മനസ്സിൽ വെച്ചുകൊള്ളുക. അനാവശ്യമായിട്ടുള്ള ധാരാളം കൂട്ടുകെട്ടുകൾ ജീവിതത്തിൻ്റെ പല പല സന്ദർഭങ്ങളിലായിട്ട് വന്നു കൂടുവാനും ഈ അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ കാരണം ധാരാളം നഷ്ടങ്ങളൊക്കെ സംഭവിക്കാനും ഉത്രക്കാർക്ക് സാധ്യതയുണ്ട്. ജാഗ്രത പുലർത്തുന്നത് എപ്പോഴും നല്ലതായിരിക്കും. മാത്രമല്ല സമ്പാദ്യ കാര്യങ്ങളിലൊക്കെ ഒരു സ്വതന്ത്ര ചിന്താഗതിക്കാരായിരിക്കും.
ആരും പറയണ രീതിയിലായിരിക്കില്ല സമ്പാദ്യശീലവും അതിനെ ചിലവഴിക്കുന്ന രീതികളുമൊക്കെ. ഉത്രം നക്ഷത്രം 2 കൂറുകാരായിട്ടാണ് ഉള്ളത്, ചിങ്ങക്കൂറ്, കന്നിക്കൂറ്. അപ്പോൾ ഉത്രം നക്ഷത്രത്തിൻ്റെ പ്രതികൂല നക്ഷത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ചിങ്ങക്കൂറുകാരുടെയും കന്നിക്കൂറുകാരുടെയും വെവ്വേറെ ആയിട്ടാണ് പറയുവാൻ ഉദ്ദേശിക്കുന്നത്. ചിങ്ങക്കൂറുകാരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ മീനരാശി, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാരുടേതാണെങ്കിൽ അശ്വതി, ഭരണി, കാർത്തിക, മേടരാശി എന്നീ നക്ഷത്രങ്ങളാണ്. ഈ പറഞ്ഞ പ്രതികൂല നക്ഷത്രങ്ങളിൽ യാതൊരു തരത്തിലുള്ള മംഗളകാര്യങ്ങളും നമ്മളായിട്ട് തീരുമാനിച്ച് നടപ്പിലാക്കുവാനായി നോക്കാതിരിക്കുക. മാത്രവുമല്ല, ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളാണെങ്കിലും മംഗളകരമായ പ്രതികൂല നക്ഷത്രങ്ങളാണെങ്കിലും സംരംഭങ്ങളാണെങ്കിലും കന്നിക്കൂറുകാരും പിൽക്കാലക്കാരുമായിട്ടുള്ള സാധ്യതയുള്ള ഇടപാടുകളാണ് നല്ലത്. മാത്രല്ല, ഈ ചിങ്ങക്കൂറുകാരാണെങ്കിൽ ഉത്തര നക്ഷത്രത്തിന്റെ ചിങ്ങക്കൂറുകാര് ശിവഭഗവാനെ ഭജിക്കുന്നതും ആദിത്യ ഹൃദയ മന്ത്രം ചൊല്ലണതുമൊക്കെ നിങ്ങൾക്ക് വളരെ നല്ലതാണ്. ദോഷങ്ങൾ അകന്നു മാറുന്നതായിരിക്കും. മാത്രവുമല്ല, കന്നിക്കൂറുകാരാണെങ്കിൽ സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ പ്രാർത്ഥിക്കുന്നതും ശ്രീകൃഷ്ണ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഉത്തമമായിട്ടുള്ള കാര്യവുമാണ്. ഇനി ചിങ്ങക്കൂറുകാർക്കും കന്നിക്കൂറുകാർക്കും കൂടി ചേർത്ത് പ്രതികൂലമായിട്ടുള്ള നക്ഷത്രങ്ങളാണ് ചിത്തിര, വിശാഖം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ. ഈ പറഞ്ഞ നക്ഷത്രക്കാരുമായിട്ടും യാതൊരു തരത്തിലുള്ള ശുഭകരമായിട്ടുള്ള ഇടപാടുകളും ഒരു സംരംഭങ്ങൾ പോലുള്ള കാര്യങ്ങളും ഒന്നും നന്നാവില്ല. മാത്രവുമല്ല, ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിനങ്ങളിൽ നല്ല കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും ബുദ്ധിയായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇനി ഉത്രം നക്ഷത്രത്തിന് പൊതുവായിട്ടുള്ള അനുകൂലമായിട്ടുള്ള നക്ഷത്രങ്ങളാണ് ഉത്രം, ഉത്രാടം, കാർത്തിക എന്നീ നക്ഷത്രങ്ങൾ. അപ്പോൾ ഉത്ര നക്ഷത്രത്തിൻ്റെ കന്നിക്കൂറുകാരിവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നിങ്ങൾക്ക് കാർത്തിക നക്ഷത്രത്തിൻ്റെ മേടരാശി നന്നല്ല. അവരുടെ കാർത്തിക നക്ഷത്രത്തിൻ്റെ ഇടവ രാശി മാത്രമാണ് ഉത്രത്തിൻ്റെ കന്നിക്കൂറുകാർക്ക് നല്ലത്. ചിങ്ങക്കൂറുകാർക്ക് കാർത്തിക പൂർണ്ണമായിട്ടും ശുഭാണ്. ഇനി ഇത് മാത്രമല്ല, ഉത്ര നക്ഷത്രത്തിന് ചില ദശാപഹാരങ്ങളൊക്കെ ഉണ്ട്. ഉത്ര നക്ഷത്രക്കാര് വളരെ ഭാഗ്യമുള്ള നക്ഷത്രമാണ്. ജീവിതത്തിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങളിലൊക്കെ എത്താൻ ഭാഗ്യമുള്ളവരാണ്. എന്നിട്ട് പോലും നിങ്ങൾക്ക് കഷ്ടതകളൊക്കെ ഉണ്ടാവണമെങ്കിൽ അതിന് കാരണം ദശാപഹാര സമയമായിരിക്കും. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ ഉത്തര നക്ഷത്രത്തിൻ്റെ ദശാപഹാരങ്ങളാണ് കുജൻ, വ്യാഴം, ബുധൻ എന്നീ ദശാപഹാരങ്ങൾ. കുജപ്രീതിക്കായി ചെയ്യേണ്ടുന്നത് സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ വീടിന് തൊട്ടടുത്ത് എവിടെയെങ്കിലും സുബ്രഹ്മണ്യ ക്ഷേത്രം ഉണ്ടെങ്കിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാന് പനിനീരഭിഷേകം നടത്തുക. കൂടാതെ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയിട്ട് ദേവിക്ക് കടും പായസം കൂടി കഴിപ്പിക്കുന്നത് അത്യുത്തമാണ്. നിങ്ങളുടെ കുജദോഷം മാറിക്കിട്ടുന്നതായിരിക്കും. ഇനി ഉത്രം നക്ഷത്രക്കാർക്ക് വ്യാഴത്തിൻ്റെ ദശാപഹാരമാണെങ്കിൽ വിഷ്ണു ഭജനമാണ് വേണ്ടത്. അതായത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിനത്തിൽ ദർശനം നടത്തുകയും അവിടെ ഭഗവാന് അർച്ചന കഴിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും നല്ല കാര്യം. വീടിനടുത്ത് മഹാവിഷ്ണു ക്ഷേത്രമില്ലാത്തവര് ഭഗവാന്റെ ദശാവതാരങ്ങളിൽപ്പെട്ട ക്ഷേത്രത്തിൽ പോയാലും മതി. ഇനി മാത്രമല്ല, ബുധനാണ് ഉത്രം നക്ഷത്രക്കാരുടെ ദശാപഹാരമെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനെയാണ് പ്രാർത്ഥിക്കേണ്ടുന്നത്. ഭഗവാന് വെണ്ണ നിവേദ്യമൊക്കെ കഴിപ്പിക്കുന്നത് ഏറ്റവും നല്ല കാര്യമായിരിക്കും. ഈ പറയുന്ന ദശാപഹാരങ്ങളുള്ള സമയങ്ങളിൽ അതാത് ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്
വഴിപാടുകളൊക്കെ കൃത്യമായിട്ട് നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ദശാവഹാര കാലത്തുള്ള പ്രതികൂലമായിട്ടുള്ള ദോഷങ്ങൾ മാറി അനുകൂലമായിട്ട് ഉണ്ടാകും. അനുകൂലമായി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മളുടെ നക്ഷത്രത്തിന് പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള ഭാഗ്യങ്ങളൊക്കെ നമുക്ക് സിദ്ധിക്കുകയുള്ളൂ. ഉത്രം നക്ഷത്രക്കാരുടെ നക്ഷത്ര ദേവത എന്ന് പറയുന്നത് ഭഗനാണ്. ഭഗനായതിനാൽ മൂലമന്ത്രം ഇതാണ്: ഓം ഭഗായ നമഃ എന്നുള്ള മൂലമന്ത്രം ചൊല്ലി ദിവസവും പ്രാർത്ഥിക്കുന്നവർക്കും നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാത്തരം കഷ്ടപ്പാടുകളും മാറും. മാത്രമല്ല, ഇപ്പോൾ അനുഭവിക്കുന്ന ജീവിതത്തിലെ ഏത് തരം തടസ്സങ്ങളാണെങ്കിലും അവയൊക്കെ മാറി നിങ്ങൾക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും. നല്ല നിലയിൽ ജീവിതത്തിൽ വളരെ ഉയർച്ചയിലൊക്കെ എത്തേണ്ടുന്നൊരു നക്ഷത്രമാണ് ഉത്രം നക്ഷത്രം എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ്. ഇനി ഉത്രം നക്ഷത്രക്കാരുടെ മൃഗം എന്ന് പറയുന്നത് ഒട്ടകമാണ്, പക്ഷി കാക്കയാണ്, വൃക്ഷം ഇത്തിയാണ്. അപ്പോൾ സ്വന്തം നക്ഷത്രത്തിൻ്റെതായിട്ടുള്ള മൃഗങ്ങളെയോ പക്ഷികളെയോ വൃക്ഷത്തെയോ ഒന്നും ഉപദ്രവിക്കാൻ പോകരുത്. അപ്പോൾ ഇത്രയുമാണ് ഉത്രം നക്ഷത്രക്കാർക്കായിട്ട് പറയാനുള്ള കാര്യം. ഇനി പ്രത്യേകിച്ച് ഉത്രക്കാരോട് എടുത്ത് പറയേണ്ടുന്ന മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ ഭാഗ്യ നിറം. ഈ ഭാഗ്യ നിറം എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോയാലും, മാത്രമല്ല മുടങ്ങിക്കിടപ്പുള്ള കാര്യങ്ങൾക്കാണെങ്കിലും, ഇതുകൂടാതെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടപ്പിലാക്കാനൊക്കെ ധരിക്കേണ്ടുന്ന നിറങ്ങളാണ് ചുവപ്പ്, കാവി, പച്ച എന്നീ നിറങ്ങൾ. ഉത്രം നക്ഷത്രക്കാര് പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞാൽ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും. യാതൊരു തർക്കവും വേണ്ട. ഇത്രയുമൊക്കെയാണ് ഉത്രം നക്ഷത്രക്കാരെ കുറിച്ച് പറയുവാനായിട്ടുള്ളത്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അടുത്തതായിട്ട് അത്തം നക്ഷത്രവുമായി ഉടനെ തന്നെ കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.